പറയുകയാണ്, നമ്മുടെ ബലഹീനതയിൽ പറഞ്ഞ് എൻ്റെ ബലഹീനതയിൽ ആത്മാവ് എന്നെ സഹായിക്കും. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് എനിക്കു വേണ്ടി ദൈവ തിരുമുൻപിൽ മാധ്യസ്ഥ്യം വഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം പ്രിയപ്പെട്ട അമ്മച്ചിമാരെ, പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ആഗ്രഹത്തോടുകൂടെ ദാഹത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ വിളിച്ചാൽ എന്തു സംഭവിക്കും? പരിശുദ്ധാത്മാവ് അടുത്തു വന്ന് ഉള്ളിൽ പ്രവേശിച്ച് നമ്മളെ ബലപ്പെടുത്തും, ശക്തിപ്പെടുത്തും, സുഖപ്പെടുത്തും, നമ്മെ നയിക്കും. വരങ്ങളും ദാനങ്ങളും ബലങ്ങളും കൊണ്ട് നമ്മെ നിറയ്ക്കും. ഒന്ന് ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ചിലർക്കൊരു ചിന്തയുണ്ട്, വളരെ വിശുദ്ധിയോടുകൂടെ ഒത്തിരി പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് മാത്രമേ പരിശുദ്ധാത്മാവിനെ കിട്ടത്തുള്ളൂ. അങ്ങനെയാണോ? നമ്മൾ മനുഷ്യരായ നമ്മൾ ആരെപ്പോൾ എവിടെ വിളിച്ചാലും പരിശുദ്ധാത്മാവ് ഓടി വരും. നമ്മുടെ ബലഹീനതയെ പരിശുദ്ധാത്മാവ് സഹായിക്കും. യോഹന്നാൻ സുവിശേഷകൻ പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞതെന്ന് അറിയാവോ? പരിശുദ്ധാത്മാവിൻ്റെ പേര് സഹായകൻ എന്നാ. എപ്പോഴും സഹായിക്കും. അപ്പം നമുക്ക് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ട് തോന്നുമ്പം, വേദന തോന്നുമ്പം, കഷ്ടപ്പാട് തോന്നുമ്പം ആരെ വിളിച്ച് പ്രാർത്ഥിക്കണം? പരിശുദ്ധാത്മാവിനെ വിളിക്കണം. പരിശുദ്ധാത്മാവ് രണ്ടാമതായിട്ട്, പരിശുദ്ധാത്മാവ് സഹായകനാണ്. 2, പരിശുദ്ധാത്മാവ് ഒരു ആത്മസുഹൃത്താണ്. ഈ ഭൂമിയിലെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് സൗഹൃദം കൂടാൻ പറ്റിയ വ്യക്തി പരിശുദ്ധാത്മാവാണ്. അപ്പം അമ്മച്ചിമാർ, എൻ്റെ പരിശുദ്ധാത്മാവ്, ഒരു പ്രശ്നം ഉണ്ടാകുമ്പം, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പം, എൻ്റെ പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു നോക്കുകയും നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റും. പ്രിയപ്പെട്ട അമ്മച്ചിമാരെ, അതാണ് ശരിക്കും ആത്മീയ ജീവിതം, അല്ലേ? കൊന്തയൊക്കെ എടുത്ത് എൻ്റെ പരിശുദ്ധാത്മാവേ എൻ്റെ കൂടെ വരണമേ, എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ നിങ്ങൾക്ക് എപ്പോഴും സന്തോഷമായിരിക്കും. അങ്ങനെയുള്ള വളരെ ലളിതമായ, വളരെ നിഷ്കളങ്കമായ, വളരെ നിർമ്മലമായ ഒരു ആത്മീയത പ്രിയപ്പെട്ട അമ്മച്ചിമാർക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതം വലിയ സന്തോഷം, വലിയ സമാധാനമായിരിക്കും. അപ്പം നമ്മളെ കാണുന്നവർക്ക് എന്തുണ്ടാകും? നമ്മളെ കാണുന്നവർക്കും സമാധാനമായിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് നിത്യസഹായകനാണ്. 2, പരിശുദ്ധാത്മാവ് ആത്മസുഹൃത്താണ്. 3, പരിശുദ്ധാത്മാവ് അഭിഭാഷകനാണ്. അഭിഭാഷകന്റെ മറ്റൊരു പേരെന്താ? അഭിഭാഷകന്റെ മറ്റൊരു പേരാണ് വക്കീൽ, അല്ലേ? വക്കീലിന്റെ പരിപാടി എന്താ? വക്കീല് നമുക്ക് വേണ്ടി ചെയ്യുന്ന പരിപാടി എന്താ? എനിക്ക് വേണ്ടി വാദിച്ച് എന്നെ ജയിലിൽ കയറ്റുമോ? വക്കീൽ ചെയ്യുന്ന പരിപാടി എന്താ? ഞാൻ എന്ത് പ്രശ്നം കാണിച്ചാലും, ഞാൻ എന്തു വലിയ തെറ്റ് കാണിച്ചാലും ആ തെറ്റിനെയെല്ലാം എനിക്ക് വേണ്ടി വാദിച്ച് എന്നെ എന്തു ചെയ്യും? എന്നെ എൻ്റെ വക്കീല് സംരക്ഷിക്കും. അപ്പം പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് എന്താണെന്ന് അറിയാവോ? പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ മുൻപിൽ എനിക്ക് വേണ്ടി ഒരു വക്കീലിൻ്റെ ജോലി ചെയ്യും. അപ്പം സംഭവിക്കുന്നത് എന്താ? ഞാൻ ചെയ്തു പോയ എൻ്റെ പാപങ്ങൾ, എൻ്റെ കുറ്റങ്ങൾ, എൻ്റെ പ്രശ്നങ്ങൾ, ഇതിൻ്റെ പേരിൽ എന്നെ ശിക്ഷിക്കാതിരിക്കുവാൻ വേണ്ടി എൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട അമ്മച്ചിമാരെ, ഈ ധ്യാനത്തിൻ്റെ സമയങ്ങളിൽ നിങ്ങൾക്കുണ്ടാകേണ്ട വലിയ ഒരു ബോധ്യമാണെന്ത്? എനിക്ക് വ്യക്തിപരമായിട്ട് ആരുണ്ട്? കുറേ വിഷമങ്ങളുണ്ട്. ആണോ? എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ സങ്കടമുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് കുറേ നൊമ്പരമുണ്ട്. ആണോ? എനിക്ക് വ്യക്തിപരമായിട്ട് കുറേ രോഗപീഠകളുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് കുറേ പാപങ്ങളുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് ആരുണ്ട്? എനിക്ക് വ്യക്തിപരമായിട്ട്, എനിക്ക് സ്വന്തമായിട്ട് എന്നെ സ്നേഹിക്കുന്ന ആരുണ്ട്? എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. ഞാൻ വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന എൻ്റെ ആത്മസുഹൃത്തായ, എൻ്റെ നിത്യസഹായകനായ,
എനിക്ക് വേണ്ടി ദൈവ തിരുമുൻപിൽ വാദിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് എനിക്കുണ്ട്. ഹല്ലേലൂയ.